നമ്മൾ ഇന്ന് 1500 രൂപന്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൂടാണ് നമ്മൾ 150 രൂപന്റെ പപ്സും ഇഡ്ഡലി പപ്സ് 600 രൂപന്റെ പുട്ടും സീനൂട്ട് വേറെ കുറച്ച് എക്സ്പെൻസീവ് ഫുഡ് ഐറ്റംസ് കൂടി ട്രൈ ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 69 രൂപന്റെ പൊറോട്ട. ഫോറമാളിലെ ഈ ഒരു ഒറ്റ പൊറോട്ടക്ക് ഉണ്ട് 60 റുപ്യ. എനിക്കറിയാം കഴിച്ചു, ഇതൊരു സാധാരണ പീടിയല്ല, മാളാണ്. അപ്പൊ അതിന്റേതായ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നാലും ഒരു ഒറ്റ പൊറോട്ടക്ക് 60 റുപ്യ ലേശം ഓവർ പ്രൈസ്ഡ് അല്ലേ? ആണ്, പക്ഷേ പറയാൻ പറ്റില്ല, എന്തെങ്കിലും അപ്രതീക്ഷിതമായി ചേർത്തില്ലെങ്കിലോ. എന്തായാലും നമുക്ക് തിന്നു നോക്കാം. 60 റുപ്യന്റെ പൊറോട്ടയും നമ്മളെ നാട്ടിലെ സാധാരണ പൊറോട്ടയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പൈസ കൂടുതൽ എടുത്തിട്ട് ടേസ്റ്റ് ഇല്ലാത്ത പൊറോട്ട അതാവും തോന്നുന്നു എടുത്ത വ്യത്യാസം. എനിക്ക് എടുത്തതിനെക്കാട്ടും ഇഷ്ടം സാധാരണ പൊറോട്ടയാ. നിങ്ങളും നോക്കിട്ട് പറ. നല്ല അസൽ അബദ്ധമായിട്ടുണ്ട്. ഇത് നല്ല പൊറോട്ട നമ്മുടെ ബുദ്ധിയിലുണ്ട് 10 റുപ്യക്ക്. 60 റുപ്യക്ക് കുറച്ച് സൈസെങ്കിലും പ്രതീക്ഷിക്കണം. ഇത് അതുമില്ല. ഒരു 40 റുപ്യക്കെല്ലാണെങ്കിൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ 60 റുപ്യ ഒരു പൊറോട്ടക്ക് ഇറ്റ്സ് ടു മച്ച്. അതുകൊണ്ട് ദിസ് പൊറോട്ട ഗോസ് ടു ഓവർ പ്രൈസ്ഡ് കാറ്റഗറി. ഹോപ്പ്ഫുള്ളി നമ്മുടെ മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി ഒന്നും ഈ ഒരു ഓവർ പ്രൈസ്ഡ് കാറ്റഗറിയിൽ വരില്ല നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ആ ഒരു ബിരിയാണിക്ക് തിന്നതിന് മുന്നേ നമുക്ക് നെക്സ്റ്റ് എക്സ്പെൻസീവ് ഫുഡ് ഐറ്റത്തിലേക്ക് പോവാം. 100 റുപ്യന്റെ മുട്ട പപ്സ്. ഇതാണ് 100 റുപ്യന്റെ എഗ് പപ്സ്. ഞാൻ ഇന്നേവരെ കഴിച്ചില്ല ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പപ്സ് ഇതായിരിക്കും. കാണുമ്പോൾ നമ്മളെ നോർമൽ പപ്സ് പോലെ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം നോക്കാം. വെറുതെ അല്ല ഇതിന് 100 റുപ്യ. പൊളി സാധനം. മസാലയിൽ ഇങ്ങനെ വായിലേക്ക് അലിഞ്ഞിറങ്ങുന്ന സാധനം. തിന്നോ, ഐ റിയലി ലൈക്ക് ഇറ്റ് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് തിന്നോക്ക് സാധനം. പൊളി. ഇത്രയും നല്ല ഗ്രീൻ്റെ ഫ്ലേവറുള്ള സാധനം പപ്സ് അത്രയും ഈ അടുത്തൊന്നും നിന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ 3 പേരെയും 100% ഇംപ്രസ് ചെയ്യുന്നുണ്ട്. പപ്സ് വേർത്തി കാറ്റഗറിയിൽ കയറി. പപ്സ് എന്തായാലും കിടക്കി ഗൈസ്. ഹോപ്പ്ഫുള്ളി അടുത്ത 400 റുപ്യന്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ദോശ അല്ല കിടില സാധനം പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഗോ ടു ദാറ്റ്. ഇതാണ് 400 റുപ്യന്റെ ദോശ. ഇതിലെന്താ ഉള്ളത് നേരത്തെ ചോദിച്ചില്ലേ? ചോദിച്ചില്ലേ? എന്നാലും ഞാൻ പറഞ്ഞുതരാ. ഇതാണ് പിസ്സ ദോശ. പിസയിലുള്ള പോലെ തന്നെ ഇതിന്റെ മേലെ ഫുള്ള് സംഭവങ്ങൾ വാരി വിതറിയിട്ടുണ്ട്. എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഫുള്ള് വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രമാണ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നല്ല ചൂടുള്ള സാധനമാണ്. ഇതിന്റെ ചൂട് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. തിന്നോ യോ. പിസ്സ പോലും എനിക്കിഷ്ടമല്ല. പിസ്സ ദോശയ്ക്ക് ഇഷ്ടമാവും നോക്കാം. വാവ്, സത്യം പറഞ്ഞ സംഭവം ടേസ്റ്റ് എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഈ സാധനം ഒന്നും പിടിക്കൂലേ. അതുകൊണ്ട് ഞാൻ വിക്കിക്ക് കൈമാറുകയാണ്. ഞാൻ ആദ്യം ഇങ്ങനെ വെജ് ആയിട്ടുള്ളൊരു ദോശ കഴിക്കണേ. അലമ്പൊന്നുമില്ല, കൊള്ളാം, തറികടില്ല. അത്ര പൈസ കണ്ടോ ചോദിച്ചാൽ ഒരു 400 റുപ്യക്ക് അത്ര അങ്ങോട്ട് ഇല്ല. പക്ഷെ എന്നാലും ഒരു 100-150 ആണെങ്കിൽ ഓക്കെയാണ്. നമ്മൾ 3 പേർക്ക് പിസ്സ ദോശ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ്. എക്സ്പെൻസീവ് ദോശ കഴിഞ്ഞ സ്ഥിതിക്ക് നൗ ഐ ആം റെഡി ടു ടേസ്റ്റ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി. അപ്പോൾ ഇതാണ് നമ്മളെ മോസ്റ്റ് എക്സ്പെൻസീവ് പുട്ട്. 500 രൂപയാണ് ഈ ഒരു പുട്ടിന്റെ പ്രൈസ്. ഇത് ഇത്രയും എക്സ്പെൻസീവ് ആവാനുള്ള കാരണം ഈ പുട്ടിന്റെ ഉള്ളിൽ ചെമ്മീൻ മസാലന്റെ ഫില്ലിംഗ് ആണ്. അതുമാത്രമല്ല ഈ ഒരു സ്പെഷ്യൽ പുട്ടിന്റെ കൂടെ നമുക്ക് കോംബോ ആയിട്ട് കിട്ടുന്നത് സ്ക്വിഡ് റോസ്റ്റ് ആണ്. നമ്മൾ വീണ്ടും ഈ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് പുട്ട് കഴിക്കാൻ വേണ്ടി ദേ പുട്ടിൽ വന്നിട്ടാണ്. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് അത്ര ഭയങ്കര സുഖമുള്ള പരിപാടിയൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് മിക്കവാറും ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് തിന്നുക. പൂന്തയും പപ്പടവും പുട്ടും ചെമ്മീനും കൊള്ളാം കേട്ടോ, കൊള്ളാം. നിങ്ങൾക്കായിരിക്കും തരൂലെന്ന് തോന്നുന്നു. ഞാൻ പോകുന്നതാ ഒരു വായിക്കൂടെ നോക്കട്ടെ. 500 രൂപയ്ക്ക് ഒരു പുട്ടുണ്ടെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. പുട്ടും ചെമ്മീൻ ഫില്ലിംഗ് എല്ലാം ആയിട്ടൊരു 200-300 രൂപയാണെങ്കിൽ ഓക്കെ. പക്ഷേ അവർ കുറ്റം പറയാൻ കഴിയില്ല. ഇവിടേക്ക് സ്ക്വിഡും കാര്യമെല്ലാം തരണം. അപ്പം ഈ പ്രൈസിന് എനിക്ക് ഒന്ന് വേർത്താന്നാണ്. പക്ഷെ വേർത്താന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ഇവര് രണ്ടുപേർക്കും കൂടെ തോന്നണം. കൊള്ളാം കഴിച്ചു. ഇവിടെയും കിട്ടാത്തൊരു ഫ്ലേവർ ചെയ്യലുണ്ട് ഈ പുട്ടിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുട്ടിനേക്കാളും എനിക്ക് കൂടുതലും കൂന്തി ഇഷ്ടപ്പെട്ടെ. നമ്മൾ മാസ്റ്റർ പറഞ്ഞ പോലെ സ്ക്വിഡും ചെമ്മീനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വൈബിൽ ആണ് സാധനം. അന്നത്തേക്കാളും നന്നായി അടിപൊളിയാണ്. വെറുതെ അങ്ങ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ല കൈസ്. ഇതിന്റെ ടേസ്റ്റ് ഉണ്ട്. പുട്ട് തിന്നാൻ വേണ്ടി നമ്മൾ അവിടെ കിടന്ന് അടിയായിരുന്നു. അവസാനം ഒരു 500 റുപ്യന്റെ പുട്ട് ഒന്നും കൂടെ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ്. ഒന്നാമത് സീ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് തോന്നുന്നത്. 500 റുപ്യൻ ഈ ഒരു പുട്ട് ഇത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയ 1500 റുപ്യന്റെ ബിരിയാണി ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. ഐ കാൺ വെയിറ്റ് ടു ടേസ്റ്റ്. പക്ഷേ ഇതാദ്യം തീർക്കട്ടെ.
ഈ പുട്ടിനെ വേർത്തി കാറ്റഗറിയിൽ ഇട്ടിട്ട് നമ്മൾ മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ആ റെസ്റ്റോറന്റിൽ എത്തിയതും വി ന്യൂ വി വെർ ഇൻ ഫോർ എ ട്രീറ്റ്. ആ റെസ്റ്റോറന്റിലുള്ള പ്ലേസും അവിടേക്ക് പോകുന്ന വഴിയും അവിടുത്തെ ഇന്റീരിയറും മൂഡും കംപ്ലീറ്റ്ലി ഒരു റിച്ച് ഫീൽ ആയിരുന്നു. ദിസ് വാസ് നോട്ട് നോർമൽ ഫോർ അസ്. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗൈസ്. നമ്മളെ മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി ഉണ്ടാവുന്ന സ്ഥലമില്ല, എങ്ങനത്തെ ഒരു സ്ഥലമല്ല നമ്മളെ ലൈഫിൽ. ഇതെല്ലാം ഇത്രയും കാലം ഏടിയായിരുന്നു. ഇത് നമ്മളെ വേൾഡിനെ ഇല്ലാത്ത വേറെ ഏതോ യൂണിവേഴ്സിലുള്ള സ്ഥലം പോലെ എനിക്ക് തോന്നട്ടാ. ഞാനും ജെർസനും വിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അന്നം വിട്ടിട്ട് ഈ സ്ഥലത്ത് കയറിയപ്പോൾ അത്രക്ക് അടിപൊളി. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. നമ്മൾ വേറെ പൈസക്കാരൻ ലൈഫ് വേറെ, ഇത് വേറെ യൂണിവേഴ്സ് ശരിക്കും. ഇപ്പം തന്നെ വയറ് ഫുള്ളായി. ഇനി ആ ബിരിയാണിയുടെ ടേസ്റ്റും കൂടെ ഒന്ന് അറിയേണ്ടുള്ളൂ. ബിരിയാണി ഓർഡർ ചെയ്ത് നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി അന്തം വിട്ടിരിക്കുകയാണ്, ഏത് ലോകത്തെത്തിയെന്ന് അറിയാണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അധികം വൈകാണ്ട് തന്നെ നമുക്കൊരു പപ്പടം പോലത്തെ സാധനവും ഒരു സാലഡും വന്ന്. സാലഡ് വാസ് ഗുഡ് ഗൈസ്. അങ്ങനെ ആ ഒരു സാലഡ് ഒന്നും ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി ഫൈനലി കേം. ഗൈസ്, നമ്മളെ മോസ്റ്റ് എക്സ്പെൻസീവ് ബിരിയാണി വന്നിരിക്കുകയാണ്. എനിക്ക് കൈകൊണ്ട് തിന്നാനാണെങ്കിലും പക്ഷെ കണ്ടിട്ട് അങ്ങനെ തിന്നാൻ തോന്നില്ല. സ്പൂണുണ്ട്, ലേശം തൈര്, ലേശം അച്ചാർ, എല്ലാവരും ടേസ്റ്റ് റെഡി അല്ലേ? ഇളക്കാം. എൻ്റെ മോനെ പീസെല്ലാം നോക്കി ജ്യൂസ് പോലെടാ, തൊട്ടപ്പം തന്നെ പൊട്ടിയോ. പോളിസ് സാധനം. എൻ്റെ മോൻ സീന് വായ വെച്ചത് അറിഞ്ഞിട്ട് പോലുമില്ല, അറിഞ്ഞു പോയി. ഈ മസാലയും കൂട്ടിട്ട് ഒരു അടി അടിക്കണോ? ഞാൻ തലശ്ശേരി നിന്നേ, അതുകൊണ്ട് എനിക്ക് ചെറിയ അരിന് ബിരിയാണി ഇഷ്ടം. ഇങ്ങനത്തെ സാധനം ഞാൻ തിന്നണില്ല, പക്ഷെ ഇത് വേറെ എന്തെല്ലാം സാധനമാണോ. എനിക്ക് ഈ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി ഇവന്മാരുടെ അഭിപ്രായം എന്താ നോക്കട്ടെ. ഇന്നേ വരെ ഈ ബസ്മതി റൈസിലെ സംഭവം കഴിച്ചിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് ബസ്മതി റൈസിൽ ബിരിയാണി കഴിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി ഞാൻ കഴിച്ചതിൽ 1500 പോയിട്ടില്ല കേസ്. അതിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അടിപൊളി, നല്ലതാണ്, സൂപ്പറാണ്. പക്ഷേ ആ ഒരു 1500 വർത്തുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ബസ്മതി റൈസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള നല്ല ബിരിയാണിയാണ്. ഓക്കെ അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് കാറ്റഗറിയിൽ ഇടണമെന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷെ ക്ലാരിറ്റി ഉള്ള ഒരു കാര്യമുണ്ട്, വി ഓൾ എൻജോയ്ഡ് ദ ബിരിയാണി ആൻഡ് അതിനെക്കാട്ടിയും കൂടുതൽ വി എൻജോയ്ഡ് ദാറ്റ് മൊമെന്റ്. ലുക്കിംഗ് ബാക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു ബിരിയാണിക്കല്ല, ആ ഒരു മൊമെന്റിനായിരിക്കും ഇത്രയും പ്രൈസ് എന്ന്.